ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നത് നമ്മളെ ഡോക്ടർ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായും സർ, ഇപ്പോൾ ഇതൊരു പ്രധാന വിഷയം, ഏകദേശം 40 കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ വരുന്ന ഒരു പ്രയാസമാണ് മെനോപോസ് ഡിപ്രഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാം. മെനപ്പോസും അതിനോടനുബന്ധിച്ചുള്ള മൂഡ് ചേഞ്ചസും ധാരാളം ഉണ്ടാവും. എസ്പെഷ്യലി മെനപ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 40 വയസ്സ് 45 വയസ്സെന്നൊക്കെ പറയാം. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 45 വയസ്സിനും മുകളിലും ഒരു 55 വയസ്സിന് താഴെയുള്ളൊരു പീരീഡാണ് യൂഷ്വലി ഈ മെനപ്പോസൽ പീരീഡായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതിൽ ചിലവർക്കൊക്കെ കുറച്ച് വ്യത്യസ്തത ഉണ്ടാവും. കാരണം ചിലവർക്കൊക്കെ അത് കുറച്ച് നേരത്തെ ആയേക്കാം. ഇപ്പോൾ ഏർലി 40s തന്നെ തുടങ്ങിയേക്കാം. ബട്ട് അതുപോലെ 50s 55 കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ചൊക്കെ നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങളും ഉണ്ട്. പക്ഷേ യൂഷ്വലി ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു 45നും 55നും ഇടയിലുള്ള ആളുകൾക്കാണ്. അപ്പോൾ അത് യൂഷ്വലി കൂടുതലും സ്ത്രീകൾക്ക് തന്നെ അവരും അതിനെപ്പറ്റി അവെയറാണ് ഈ മെനപ്പോസൽ പീരീഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മെനപ്പോസൽ പീരീഡിൽ കുറേ മൂഡ് ചേഞ്ചസ് വരും. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒന്നൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറച്ച് ഹോർമോണൽ വ്യതിയാനങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ കുറച്ച് നമുക്കൊരു സ്ത്രീത്വം അല്ലെങ്കിൽ അതോട് കൂടിയിട്ട് നമ്മളെ ഒരു ചില കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നമ്മളെ വികാരങ്ങൾ അതൊക്കെ നമുക്ക് കുറച്ച് കുറയുമോ എന്നൊക്കെയുള്ളൊരു സെൽഫായിട്ട് ഇതൊന്നും ആളുകളുടെ അടുത്ത് വല്ലാതെ എക്സ്പ്രസ് ചെയ്ത് പറയാനും പറ്റത്തില്ല. പക്ഷേ എന്നാലും ആ സപ്രസ് ചെയ്ത് ഒതുങ്ങി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് തൻ്റെ പുരുഷന് എന്നോട് ഒരു താല്പര്യമില്ലായ്മ വരുമോ, ഇതോട് കൂടിയിട്ടൊക്കെ എന്നെ വേണ്ടാത്തതായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു സൈക്കോളജിക്കൽ ഫീലിംഗ്, സപ്രസിങ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൽ ഒതുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ പ്രാധാന്യവും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായേക്കാം ചില വ്യക്തിത്വങ്ങൾ. എന്നാൽ ചിലവർ അതങ്ങനെ മാനേജ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ സാധാരണ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസ്ട്രോജൻ അതുപോലെ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു പീരീഡാണ് ഈ മെനപ്പോസൽ പീരീഡ്. അപ്പോൾ ഈ 45നും 55നും ഇടയിലുള്ള ഏജിലൊക്കെയാണ് അത് നടക്കുക. അപ്പോൾ അതിൻ്റെ അളവുകൾ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മൂഡ് ചേഞ്ചസ്, ഹോർമോണൽ ഇംബാലൻസ് ശരീരത്തിൽ നടക്കുമ്പോൾ ഉണ്ടാവും. അതോടനുബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൈക്കോളജിക്കൽ ഇത് കൂടി ഫീൽ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എന്നും 20-ഉം 30-ഉം പോലെ ആയിക്കോളന്നില്ലല്ലോ, 50-ഉം അതിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ താരതമ്യേന കുറഞ്ഞു വരും. എന്നാൽ ഇതൊന്നും എല്ലാവർക്കും ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ചിലപ്പോൾ 50സിലും അതിനൊക്കെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളും ഉണ്ടായേക്കാം. പക്ഷെ അതൊക്കെ കൂടുതൽ കാണുന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റഡീസൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെനപ്പോസൽ സിംറ്റംസ് നല്ലോണം കാണാറുണ്ട്. അതിന് നമുക്ക് അങ്ങനെ വരുമ്പോൾ ആ മൂഡ് ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യാൻ ചില മെഡിസിൻസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത്തരം പേഷ്യൻസ് ചിലവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസമായിട്ട് ഞങ്ങളെപ്പോലെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ അടുത്ത് എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് അതിൻ്റെ കാഠിന്യം നോക്കിയിട്ട് അതിനൊരു മെഡിസിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചില ആൻറ്റി ഡിപ്രസൻസ് മെഡിസിൻസൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം ലൈഫ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട കൗൺസിലിങ്ങും കൊടുത്ത് അവരോട് ബിഹേവ് ചെയ്യേണ്ടതും അവരോട് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കണം എന്നുള്ള കൂടി പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും ഇതിന് പുറത്തോട്ട് വരാൻ. കാരണം അത് മാനേജ് ചെയ്ത് ആ പീരീഡ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിലൊരു സെക്യൂർഡ് ആയിക്കഴിഞ്ഞാൽ, അവരുടെ സെക്യൂരിറ്റി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എസ്പെഷ്യലി നമ്മൾ ആ ലൈഫ് പാർട്ട്ണറായിട്ട് നല്ല ഹാപ്പിയായി ജീവിക്കുകയാണ്. ഇനി അപ്പോൾ 2 പേരും തമ്മിലുള്ള അവരുടെ വിചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അറിയുന്ന ആളുകളാണ്. കുറേ കാലങ്ങളായിട്ട് അവർ കുടുംബജീവിതം ഒന്നിച്ച് നയിച്ചവരാണ്. ഇനി ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ എന്നോടുള്ള ഇഷ്ടക്കേട് വരുമോ, എന്നോട് ഇഷ്ടക്കേട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് എന്നെ വേണ്ടാതാകുമോ എന്നൊക്കെയുള്ള ആ തോന്നലിന് ഒരു സെക്യൂരിറ്റി എന്നുള്ള മാതിരി മറ്റുള്ള തരത്തിലുള്ള അഷ്യൂർഡ് ആയിട്ടുള്ള വർക്കുകളും അതുമായിട്ടുള്ള അവരുടെ സംസാര രീതികളും ബിഹേവിങ്ങും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കത് പിക്കപ്പ് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ടാബ്ലറ്റ് കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനിങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ 2 പേരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ 2 പേരും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒന്നിച്ചിരുത്തി പറയേണ്ട കാര്യങ്ങൾ ഒന്നിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്കിതിൽ നിന്ന് കരകയറി മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ആ സ്റ്റേജ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവർ നോർമാലിറ്റിയിലേക്ക് അങ്ങനെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ എവിടെയും നമുക്ക് ആവശ്യം നമ്മളെ ഇൻസെക്യൂരിറ്റിയാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഫാക്റ്റ്. പിന്നെ ഹോർമോണൽ ചേഞ്ചസിനൊന്നും നമുക്കൊന്നും തടയാൻ പറ്റത്തില്ല. അതിന് നമുക്ക് മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത്
ഉപയോഗപ്പെടുത്തി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു വിഷയമാണിത്, ഒരു 40 കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയത്തിനുള്ളൊരു പരിഹാരം ലഭിച്ചു എന്ന് കരുതുന്നു. ഡോക്ടർ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.